ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഹ്യുണ്ടായുടെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വണ്ടികൾ എങ്ങനെ വിൽക്കണം എന്നുള്ള കാര്യം ഹ്യുണ്ടായ്ക്ക് വളരെ നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് 2019 കിയ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ത്യയിൽ സെൽട്ടോസുമായിട്ട് വരുന്ന സമയത്ത് എങ്ങനത്തെ വണ്ടി ഇറക്കിയാൽ വണ്ടി ഹിറ്റാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ വാഹനങ്ങളുടെ സെയിൽസ് എടുക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് 5 ആയിട്ട് മിക്കവാറൊക്കെ കിയ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് 5th പൊസിഷനിലായിട്ടായിരിക്കും, ചില സമയത്ത് കിയ ആയിരിക്കും. പക്ഷേ എങ്ങനെയായാലും 20,000 യൂണിറ്റ്സിന് മുകളിൽ ഒരു മാസം വണ്ടികൾ വിൽക്കുന്നുണ്ട്. ഓൾ താങ്ക്സ് ടു സെൽട്ടോസ്. കാരണം ഈ വണ്ടിയാണ് ആദ്യം വന്ന് കിയയ്ക്ക് ഇങ്ങനെ ഒരു വിജയം ഉണ്ടാക്കി കൊടുത്ത്. അതുവരെ അവിടെ കമ്പനിയില്ലായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ വേറൊരു വണ്ടി വെച്ച് അവർ വന്നിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. ആ സമയത്ത് നല്ലൊരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ അബവ് 4 മീറ്റർ കോമ്പാക്ട് SUV കൊണ്ട് വന്നു മാർക്കറ്റ് അവർ കീഴടക്കി. ഇപ്പോഴും ഈ വണ്ടി അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അടുത്ത ജനറേഷൻ മോഡലിനെ പറ്റിയാണ്, അതായത് ലേറ്റസ്റ്റ് ജനറേഷൻ കിയ സെൽട്ടോസ്. ഈ വണ്ടി ഒരു കംപ്ലീറ്റ്ലി പുതിയ മോഡലായിരിക്കും. ഇപ്പോൾ നമുക്ക് വണ്ടി 2019 വന്നിട്ട് ഒരു ഫേസ് ലിഫ്റ്റ് മാത്രമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അത് അത്യാവശ്യം മേജർ ആയിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് ആയിരുന്നു. അവർ ഇൻറ്റീരിയറിലൊക്കെ ആവശ്യത്തിലധികം മാറ്റങ്ങൾ വരുത്തിയതാണ്. എക്സ്റ്റീരിയറിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ്, അതായത് ഭയങ്കര സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇല്ലായിരുന്നു, കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഈ പുതിയ ജനറേഷൻ വണ്ടി വരുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് മാറാൻ പോവാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഡയമെൻഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. വണ്ടിയുടെ സ്പൈ ഷോട്ട്സ് ഒക്കെ വെച്ച് തന്നെ സൈസ് കൂടും എന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് ഇതിൻ്റെ ലെങ്ത് ഏകദേശം 100 മില്ലിമീറ്റേഴ്സോളം കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കറക്റ്റ് റെഫറൻസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള സെൽട്ടോസിൻ്റെ ലെങ്ത്തും 4365 മില്ലിമീറ്റേഴ്സാണ്. സോ നമ്മളിപ്പോൾ എക്സാക്റ്റ് ആയിട്ട് 100 mm കൂട്ടുകയാണെങ്കിൽ തന്നെ 4465 mm ആണ് അത് വരുന്നത്. അത്രയും ലെങ്ത്തുള്ള ഒരു അബവ് 4 മീറ്റർ കോമ്പാക്ട് SUV ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈവൻ ജീപ്പ് കോമ്പസിനേക്കാൾ വരെ ലെങ്ത്ത് കൂടുതലാണ് ഈ ഒരു ഡയമെൻഷനിൽ വണ്ടി വരികയാണെങ്കിൽ. ഇനിയിപ്പോൾ 100 ഒരു 80-70 വരെ കൂട്ടുകയാണെങ്കിൽ തന്നെ അത് അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. കാരണം പൊതുവേ ഈ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളെല്ലാം ഒരു 4350 മില്ലിമീറ്റേഴ്സിനുള്ളിലാണ് നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് അങ്ങനെ വാഹനങ്ങളൊന്നും പോകാറില്ല. ഇതിൻ്റെ വിട്ട് ആണെങ്കിലും 1800 mm ആണ്. വണ്ടി കണ്ട വിട്ട് കൂടിയ പോലെ ഉണ്ട്. വിട്ടിൻ്റെ ഇപ്പോഴത്തെ ലീക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കൊരു 20 mm അടുത്ത് അല്ലെങ്കിൽ 30 mm അടുത്ത് വിട്ട് കൂടുമെന്ന് പ്രതീക്ഷിക്കാം. ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ 2610 mm എന്നുള്ള വീൽ ബേസ് കൂടാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ 2650 അല്ലെങ്കിൽ 2700 വരെ പോകാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും 2650 ആ റേഞ്ച് വരെയൊക്കെ ആവുമായിരിക്കും. ഇനിയിപ്പോൾ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഈ വാഹനത്തിൻ്റെ ക്യാബിൻ സ്പേസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ അതവർക്ക് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ വണ്ടിയുടെ സ്പൈ ഷോട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ റിയർ ഓവർഹാങ് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഉള്ള സെൽട്ടോസിലും ഒരുപാട് കൂടുതലായിട്ടാണ് കാണുമ്പോൾ തോന്നുന്നത്. മാത്രമല്ല ഡോറിൻ്റെ ബാക്കിലായിട്ടൊരു വലിയ ക്വാർട്ടർ ഗ്ലാസ് പോലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വണ്ടിക്ക് ഇത്രയും വലിയ ഗ്ലാസ് ഒന്നുമില്ല. നമ്മുടെ ബാക്കിലത്തെ ഡോറിനകത്ത് തന്നെയാണ് അവർ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഈവൻ ബാക്കിൽ നിന്ന് കാണുമ്പോൾ ആണെങ്കിൽ പോലും വണ്ടിക്ക് നല്ല സൈസ് ഉണ്ട്. മൊത്തത്തിൽ അത്യാവശ്യം നല്ല വലിയൊരു വണ്ടിയാണിത്. വണ്ടി വലുതാക്കുമ്പോൾ അതിനനുസരിച്ച് അലോയ്സും വലുതാക്കണം. ഇപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയിൽ 18 to 19 ഇഞ്ച് വരെ സൈസുള്ള അലോയ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ കോമ്പസിനേക്കാളൊക്കെ ഈ വണ്ടിക്ക് ലെങ്ത്ത് കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ മാത്രം 19 ഇഞ്ച് അലോയ്സ് ഇടാം. പക്ഷേ ഇടാൻ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 18 ഇഞ്ച് വളരെ വളരെ ധാരാളമാണ്. അതിൽ കൂടുതൽ പോകേണ്ട ഒരു കാര്യമില്ല. 18 ഇഞ്ച് തന്നെ കുറച്ച് കൂടുതലാണ് ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികൾക്ക്. പക്ഷേ ഇപ്പോൾ പൊതുവേ നമുക്ക് 18 ഇഞ്ച് കിട്ടുന്നത് കൊണ്ട് അതെന്തായാലും ഉണ്ടാവും. പക്ഷേ 19 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇത്തിരി ഓവർക്കില്ലായി പോകും. ഏതായാലും നമുക്കിപ്പോൾ ടെസ്റ്റിംഗ് ഇമേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ റിയർ ലൈറ്റ്സിൻ്റെ ഡിസൈനൊക്കെ കാണാം. കണക്റ്റഡ് ടൈൽ ലാംപ്സ് തന്നെയാണ് വരുന്നത്. കാരണം നടുവിലത്തെ ഒരു ചെറിയ എലമെൻറ്റ് കണ്ടില്ല ലൈറ്റിൻ്റെ, അതവിടെ അവർ കവർ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ മെയിൻ ലൈറ്റ്സിൻ്റെ ഒരു പോർഷനും ചെറിയ കുറച്ച് സ്ഥലങ്ങളിലായിട്ട് കവർ ചെയ്തിട്ടില്ല. ഫുള്ളി LED ലൈറ്റിംഗ് സെറ്റപ്പാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതിപ്പോൾ ഫ്രണ്ടിലായാലും ബാക്കിലായാലും മൊത്തം LED തന്നെയാണ്. നമ്മളിതിൻ്റെ പല ടെസ്റ്റിംഗ് മോഡൽസ് കണ്ടിട്ടുള്ളതാണ്. ഫ്രണ്ടിലത്തെ ഡിസൈൻ ഇതിന് മുന്നേയും വന്നിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഇതുപോലെ ഇരിക്കും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് കാണാൻ. സൈഡിൽ നമുക്ക് DRLs അവൈലബിൾ ആണ്. അതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള മെയിൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ വണ്ടികളുടെ ട്രെൻഡ്, ഇപ്പോഴത്തെ അല്ല, ഇപ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി വരുന്നുണ്ട്. അതായത് സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് കൊടുക്കുക എന്നുള്ളത്, മുകളിൽ DRL താഴെ ഹെഡ്ലൈറ്റ് എന്നുള്ള രീതി. ഇതങ്ങനെയൊന്നും അല്ല. കൺവെൻഷണൽ SUV ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷെ എന്നാലും ഇതിനകത്ത് അങ്ങനെ DRL മുകളിൽ താഴെ ഹെഡ് ലാമ്പ് അങ്ങനത്തെ ഡിസൈൻ അല്ല. രണ്ടും ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും മുകളിൽ തന്നെയാണ് വരുന്നത്. ഫോഗ് ലാമ്പ് ഇപ്പോൾ ഈ വണ്ടിയിൽ ടെസ്റ്റിങ്ങിലൊന്നും കാണാനില്ല. ഇതിപ്പോൾ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്ന മോഡലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മിക്കവാറും ഒക്കെ കിട്ടുമായിരിക്കും. അവരുടെ ഐസ് ക്യൂബ് ഫോഗ് ലാംപ്സ് ഒക്കെ കൊടുക്കുന്നതാണ്. സിറോസിൽ അടുത്ത് ഇറങ്ങിയപ്പോഴും അവർ ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ലൊരു സെഗ്മെൻറ്റ് ചേഞ്ചിങ് ആയിട്ടുള്ള വാഹനമായിരിക്കും എന്ന് പറയാം. അതും അധികം പ്രൈസ് കൂട്ടാതെ അവർക്ക് ഈ ഒരു വാഹനം ഇറക്കാൻ പറ്റുമെങ്കിൽ വലിയൊരു സക്സസ് തന്നെ 2019 കണ്ടതുപോലെ വീണ്ടും അവർക്ക് ആവർത്തിക്കാൻ പറ്റുമെന്ന് പറയാം. ഇപ്പോൾ ഇതിൻ്റെ സെയിൽ അത്ര ഗംഭീരമായിട്ടല്ല നടക്കുന്നത്. ഡീസൻ്റാണ്. ഏകദേശം ഒരു 5000, 6000 ആ റേഞ്ചിലേക്കൊക്കെ സെയിൽ കിട്ടുന്നുണ്ട്. അതൊരിക്കലും മോശമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കറക്റ്റ് സുഖമായിട്ടൊരു മാസം 15,000 അല്ലെങ്കിൽ 18,000 ഇടയിലൊക്കെ ആയിട്ട് വിൽക്കുന്നതാണ്. മിക്ക മാസങ്ങളിലും ഇപ്പോൾ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വാഹനം കറക്റ്റ് ആവുന്നുണ്ട്. 2025 സ്റ്റാർട്ടിങ് തൊട്ട് എനിക്ക് തോന്നുന്നു
ജൂൺ വരെയുള്ള കണക്കിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ SUV ക്രെറ്റയാണ് എന്ന്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും സെൽറ്റോസും സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ SU2 എന്ന് പറഞ്ഞ ബോഡി കോഡിലാണ് അറിയപ്പെടുന്നത്. ഇനി വരാൻ പോകുന്ന വണ്ടി SU3 എന്ന് പറഞ്ഞ ബോഡി കോഡിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. ക്രെറ്റയും ഓൾമോസ്റ്റ് സിമിലർ ബോഡി കോഡാണ്. SP2 എന്നാണ് ക്രെറ്റ അറിയപ്പെടുന്നത്. SP3 എന്നായിരിക്കും മിക്കവാറും ഇനി പുതിയ ജനറേഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി കോഡ് വരുന്നതിന് ബോഡി കോഡിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ചേഞ്ചസ് വരാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എല്ലാം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് തന്നെയായിരിക്കും വരുന്നത്, സെറോസിൽ കാണുന്ന പോലെ തന്നെ. പക്ഷേ ഇപ്പോൾ ഉള്ള വണ്ടിയിൽ 10.25 ഇഞ്ചസിൻ്റെ ഡ്യുവൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഇനി വരുന്നതിൽ 12.3 ഇഞ്ചസിൻ്റെ ഡ്യുവൽ ഡിസ്പ്ലേ പ്ലസ് നമുക്ക് നടുവിൽ സെറോസിലൊക്കെ കണ്ടതുപോലെ ഒരു ട്രിനിറ്റി ഡിസ്പ്ലേയുടെ പാറ്റേൺ, അതായത് ചെറിയൊരു 5 ഇഞ്ചസിൻ്റെ നമ്മുടെ AC കൺട്രോൾ പാനലിലേക്ക് ഒരു സ്ക്രീൻ നടുവിൽ വന്നേക്കാം. അതുപോലെ ഡ്യുവൽ സോൺ AC ഇപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ സെറോസിൽ അതില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്കപ്പോൾ അത് നടുവിലത്തെ കൺട്രോൾസിൽ അതും കൂടെ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഫീച്ചേഴ്സായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഡാഷ്ബോർഡ് ലേഔട്ട് മൊത്തമായിട്ട് എന്തായാലും മാറ്റും. അതിപ്പോൾ എക്സ്റ്റീരിയർ ഡിസൈൻ മാറ്റുമ്പം മൊത്തത്തിൽ ജനറേഷൻ അപ്ഡേറ്റ് ആയതുകൊണ്ട് ഇൻറ്റീരിയർ ലേഔട്ടും തീർച്ചയായും മാറ്റുമല്ലോ. അതല്ലാതെ ഇപ്പോൾ സത്യം പറഞ്ഞ ഫീച്ചേഴ്സായിട്ട് ഇനി അവർ എന്ത് ആഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ഇലക്ട്രിക് ടെയിൽഗേറ്റ് ഒക്കെ ആഡ് ചെയ്യാം. ADAS ലെവൽ 2 ഓൾറെഡി വാഹനത്തിൽ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ആഡ് ചെയ്യുമായിരിക്കും. പുതിയ ജനറേഷൻ ആണല്ലോ, സോ ഫീച്ചേഴ്സ് മെയിനാണ്. ഇനി എഞ്ചിൻ ആൻഡ് പവർ ട്രെയിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഇതിനെപ്പറ്റി പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സെൽറ്റോസിൻ്റെയും വീഡിയോസ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടൊന്നല്ല ഈ വണ്ടിയെ പറ്റി സംസാരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്കതിനകത്ത് 4 പവർ ട്രെയിൻ ഓപ്ഷൻസാണ് കിട്ടാൻ പോകുന്നത്. അതെ, 4 പവർ ട്രെയിൻ ഓപ്ഷൻസ്. അതിൻ്റെ അകത്ത് തന്നെ ഇനി ഗിയർ ബോക്സ് ഓപ്ഷൻസും ഇഷ്ടം പോലെ ഉണ്ടാവും. എഞ്ചിൻ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ഒന്ന് നമുക്കിപ്പോൾ കിട്ടുന്ന 1.5 ലിറ്റർ NA പെട്രോൾ തന്നെയാണ്. പിന്നെ വരുന്ന 1.5 ലിറ്റർ ടർബോ ഡീസലാണ്. ഇതും ഇപ്പോൾ കിട്ടുന്ന സാധനം തന്നെയാണ്. അതിന് പുറമെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഈ സെഗ്മെൻറ്റിൽ, ഈ സെഗ്മെൻറ്റിൽ തന്നെ എന്ന് പറയാം. ക്രെറ്റയിലും സെൽറ്റോസിലും ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള 1.5 ടർബോ ഈ 2 വാഹനങ്ങളാണുള്ളത്. 160 bhp അതുപോലെ 253 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. 1.5 NA ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് CVT ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഡീസൽ ആണെന്നുണ്ടെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഉണ്ട്. അങ്ങനെ പല എഞ്ചിൻ ഓപ്ഷൻസും ഗിയർ ബോക്സ് ഓപ്ഷൻസും ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ ഈ വാഹനത്തിൽ ഒരു ഹൈബ്രിഡ് പവർ ട്രെയിനും കൂടെ ആഡ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. സോ ഇതിൻ്റെ 1.5 ലിറ്റർ എഞ്ചിനിൽ തന്നെ അവരൊരു ഹൈബ്രിഡ് പവർ ട്രെയിൻ പെയർ ചെയ്ത് കൊടുക്കും എന്നാണ് പറയുന്നത്. അതായത് സെൽറ്റോസിൻ്റെ റേഞ്ചിൽ മൊത്തം 1.5 ലിറ്റർ എഞ്ചിൻസ് ആണ്, എല്ലാം 4 സിലിണ്ടർ ആയിരിക്കും. ഈ 1.5 ഹൈബ്രിഡ് വരാൻ പോകുന്ന ഇവരിപ്പോൾ ഉപയോഗിക്കുന്ന 1.5 NA ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അതും 4 സിലിണ്ടർ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ ഹൈറൈഡർ അതൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 3 സിലിണ്ടർ എഞ്ചിനാണ് ടൊയോട്ടയുടെ TNGA സീരീസിന് അണ്ടറിൽ അവർ ഹൈബ്രിഡിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈബ്രിഡ് വരുമ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ആവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡർ ഈ 2 വാഹനങ്ങൾക്ക് മാത്രമേ ഈ സെഗ്മെൻറ്റിൽ ഹൈബ്രിഡ് ഉള്ളൂ. അതുകൊണ്ട് കോമ്പറ്റീഷൻ ഇല്ലാതെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഹ്യുണ്ടായിലും അതുപോലെ കിയയിലും ഹൈബ്രിഡ് വന്നു തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ 2 വാഹനങ്ങൾക്ക് നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ കിട്ടും. ഡീസൽ വേണ്ട, പക്ഷേ നല്ല മൈലേജ് വേണം. പെട്രോൾ തന്നെ വേണം. ടർബോ പെട്രോൾ എടുക്കേണ്ട താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ തന്നെയായിരിക്കും ഇതിൻ്റെ ഹൈബ്രിഡ്. ഈ വണ്ടിയുടെ ലോഞ്ച് 2026 പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.